ഏത് ടീം കപ്പടിച്ചാലും ബ്രസീൽ കപ്പടിച്ചില്ല. അടിച്ചാൽ ഞാൻ അർജന്റീനക്കാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാം? നിങ്ങൾ വലിയ ഫ്ലക്സ് വെച്ചിട്ട് കാര്യമില്ല, കാലിന് കളി വേണം. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലത്തെ ബ്രസീലിൻ്റെ ഫ്ലക്സ് അടിച്ച വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ചാനൽ അതെറ്റാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുള്ളൂ, സപ്പോർട്ടാക്കുക. എല്ലാവരും ഉറങ്ങി തൂങ്ങി നിൽക്കുകയാണ്. അർജന്റീന ഫാൻസുകാർ മൊത്തം അടിപൊളിയാക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ മൂഞ്ചി കുത്തിറക്കാണ് ചെറുതായിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വേഗിച്ചിട്ടില്ല, നമുക്ക് ഇത് അടിച്ചണം, ഒരു നൈറ്റ് കഴിച്ചണം. അപ്പോൾ ഫുൾ പരിപാടി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണം. അപ്പോൾ വേറെ വീഡിയോയിലോട്ട് പോവാം. ചായയും കുടിച്ചു കുത്തിറക്കുക എൻ്റെ പനി വിളിച്ചിട്ട് വരുന്നില്ല. ഇവന് നോക്കണ്ട. അപ്പം വേണ്ട എന്താണ് ഒക്കെ കുഞ്ഞാവിനെ വേണം പറഞ്ഞത്. അപ്പം ഇപ്പം കാണിച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് കാണിച്ചു അപ്പോഴേ ഇതിൻ്റെ കുസിറ്റുള്ളൂ. അപ്പോൾ ഏസ് അപ്പം എല്ലാവരും ഒറ്റയ്ക്ക് കണ്ടോളൂ, അപ്പം ഈ രസം ഉണ്ടാവുള്ളൂ. ഏസ് കുറച്ച് ടീം വന്നാണ്ട് പോയി, ആരും എത്തിയിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ അടിച്ചാലും തുടങ്ങാം. കാരണം ഇന്നലെ അടിച്ചാണ് ചേച്ചി, പക്ഷെ ഇന്നലെ നമ്മൾ മായക്ക് അടിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും അടിച്ചാൽ വേണ്ടി പോകണം. പിന്നെ നമ്മൾ സുഫിയാനൊക്കെ ഉള്ളത്, അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. പനി അറിയണ ഒരാളുണ്ടായതുകൊണ്ട് സുഫിയാൻ മാത്രമേ ഉള്ളൂ ഇതിൽ അറിയണേ. നമ്മളെ ഫറാനെത്തി കൈ അതാ പോരേ, അത്രേ ഉള്ളൂ. അർജന്റീനക്കാരുടെ മൂഞ്ചി കുത്തിറക്കാന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു വലിയ ഫ്ലക്സ് അടിച്ച്, പക്ഷെ എന്താ വെച്ചാൽ അവിടെ ഒക്കെ സ്ഥലമല്ല. അപ്പം അപ്പുറത്തേക്ക് മാറ്റിയാണ്ട് അവിടെ കൊളയിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് കാണാം, അർജന്റീന ഇതിലാറ് കുറച്ച് വലുതാണ്, പക്ഷെ വലിയ മൂഞ്ചിക്കണി നമ്മൾ കൊക്കിലൊതുങ്ങുന്നേ കൊത്തിയിട്ടുള്ളൂ. അവിടെ ഠാം പോലെ എന്തൊക്കെ പറയുന്നുണ്ട്. എനിക്കിതിനെ പറ്റി വലിയ ഇതൊന്നുമില്ല. നമ്മൾ അപ്പോൾ കുറച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ചെയ്തു. അപ്പോൾ എന്തായാലും നമുക്ക് നല്ല രസമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ അതിട്ടാണ് എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിലേക്ക് അടിച്ചു പൊടിക്കുക. അപ്പം നേരെ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് നമ്മുടെ മലയാളി, ഇതാണ് കേരളത്തിൻ്റെ അഭിമാനം. ചരിത്രത്തിൽ ഫിഫ വേൾഡ് കപ്പിൽ യൂസ് ചെയ്യാനുള്ള മലയാളി താരം കുഞ്ഞാ മടക്കാണ്. വായിച്ചയക്കല്ലേ ചെങ്ങായി. അപ്പോൾ അത് ചെറിയൊരു കട്ടിങ് കൂടി സാധനമൊക്കെ തിന്നെ. അപ്പോൾ നമ്മളെന്തായാലും ആ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ബാക്കി വിഷയം കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അടിച്ചാലുള്ള ഫ്രെയിമാണ് ഈ കാണണേ. ഈ ചെറുതടിച്ചാലുള്ള ഫ്രെയിമാണ് ഇവിടെ ഉള്ളത്, അതും കൂടി സെറ്റാക്കാണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷം കാര്യങ്ങളൊക്കെ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ കിട്ടുന്നത് റീൽസൊക്കെ എടുക്കാനുള്ള ആളാണ്, ഇവിടെ എഡിറ്ററാണ്. അത് വലിപ്പമല്ല, അത് ഏക്കേണ്ടി വരും. ചോദിച്ചാൽ പറയാം, നമ്മൾ തരില്ലല്ലോ. ഇത് ഞാൻ ഇന്നലെ ഏറ്റതാ. ഈ സാധനം ആനയാണ്ട് കയറി പൊളിഞ്ഞാട് പോകുന്നു. അല്ലെങ്കിൽ തെങ്ങൊക്കെ ഇട്ടുന്നത് തെങ്ങ്, പക്ഷെ ആന 2 ഇഞ്ചായി പാടി. എത്ര ഇത്രയാണില്ല. ഞാൻ 2 ഇഞ്ച് കടയിൽ പോയി ചോദിച്ചിട്ട് ഇപ്പൊ കിട്ടിയതാ 1.5 ഇഞ്ചാ. അല്ല 1.5 ഇഞ്ച് വെച്ചിട്ട് 2 ഇഞ്ച് 5.3 ഒരൊറ്റടിയും കൂടി കിട്ടും. ഇതടിച്ചാലുള്ള പ്ലാനാണ് നമ്മൾ ആദ്യം. അപ്പോൾ അതിനുള്ള സാധനമൊക്കെ സെറ്റാക്കി കൊണ്ടിട്ടുള്ളൂ. അവിടെ സീനാണ് എത്തിയത്. അപ്പം ഇതടിച്ചാലുള്ള പ്ലാനാണ് കേട്ടോ. അതിന് ഫസ്റ്റ് എന്തായാലും അടിച്ച കഴിച്ച് ഏത് അത് അതിൽ റെസിഡൻസ് നമ്പാൻ നോക്കിയില്ലേ. പിന്നെ ഇത് സാധുല് സാധനമാണ്. ഇവിടെ പൈസ സാധുല് ഞാൻ ഒരു വരുമല്ലേ എന്നൊക്കെ കാണാം. ഇവര് ഭയങ്കര ഉടായിപ്പാണ് ഇവർ രണ്ടാളും. ഇവന് മുങ്ങരുത് എന്നൊക്കെ അറിയുന്നുണ്ട്. ഷാദിരി സാധനമാണ്. മഴ ചെയ്തിട്ട് ഇന്നലെ ഒട്ടിച്ചില്ല. ഇതൊന്ന് പോയ ഇവിടുന്ന്. അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞാവ. അവന് നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓനെന്നെ സൂം ചെയ്യാനുണ്ടോ. ഓനാണ് ഞങ്ങളെ ഇത് മെയിൻ. കുഞ്ഞാവുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ, ബ്രസീൽ ഫാൻസ് ഉള്ളൂ. നമ്മളങ്ങനെ നമ്മളെ മലയാളി താരം നമ്മളെ നമുക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. ഓരോന്ന് നമ്മളെ എടുക്കാൻ വേണ്ട സ്കാനർ എത്താണ് പറഞ്ഞേ. ഫ്ലക്സ് മറ്റു സാധനം ബെന്റ് എടുത്തില്ല. ആ സാധനം ഇപ്പൊ തപ്പിയ കിടക്കാൻ ആന കൊണ്ടിരിക്കും. ഒന്ന് വേണ്ട അടുത്ത് വരാം. അപ്പോൾ ഇതിന് മഴ പെയ്ത് ഓക്കെ സെറ്റ്. ജസീം ഇവിടെ വീഡിയോ എടുക്കും, ഇങ്ങോട്ട് വെക്കുക, അത്രേ ഉള്ളൂ. കേരളത്തിൻ്റെ അഭിമാനം. ചരിത്രത്തിൽ ആദ്യമായി ഫിഫ വേൾഡ് കപ്പിൽ ബൂട്ടണിയുന്ന മലയാളി താരം
തൻസീൽ മുഹമ്മദ് ജംഷീദിന് ആശംസകൾ. ബ്രസീൽ ഫാൻസ് ധാരാളം അർജന്റീന ഫാൻസ് ഉണ്ടായിട്ടും പോർച്ചുഗൽ ഫാൻസ് ഉണ്ടായിട്ടും ബ്രസീൽ ഫാൻസാണ് കൊണ്ടുവരുന്നത്. എന്തുകൊണ്ട്? അത് ഞങ്ങൾ നല്ല ഇതായതുകൊണ്ട് അല്ലേ? അത്രേ ഉള്ളൂ കുഞ്ഞാവേ, അത്രേ ഉള്ളൂ. അപ്പോൾ നേരം പോലെ അത് കൊണ്ടുവരാൻ വേണ്ടി അപ്പോൾ കൊണ്ടുവന്നിട്ടേ രണ്ടാൾക്കാർ ഇതാണ് കുഴപ്പം. രണ്ടാൾക്കാർ മുങ്ങാനിരിക്കുന്നു. മുങ്ങാണെന്നുണ്ടെങ്കിൽ വ്ളോഗിൽ ഇങ്ങനെ പോയിടും, അത്രേ ഉള്ളൂ. ഇപ്പം നല്ല മുങ്ങാണ് കേട്ടോ നമ്മളെ, കണ്ടില്ലേ മുങ്ങണ്. അപ്പോൾ നമ്മൾ അടുത്ത ബ്രസീൽ ഫാൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് അവരുണ്ട് വിനീത്. ഞങ്ങളെ ബ്രസീൽ ഇവര് മുങ്ങ ഇവര് രണ്ടാൾക്കാർ മുങ്ങാൻ നിൽക്കുകയാണ്. എത്ര എനിക്ക് പറയാല്ലേ, വളരെ മോശമാണ്, അതെ വളരെ മോശമായിട്ടുള്ള അവസ്ഥ അതന്നെ. അപ്പൊ നമ്മള് ആണിക്ക് പറഞ്ഞാണ്. അപ്പൊ തന്നെ രണ്ടാൾക്കാർ മുങ്ങണേ. കണ്ടോളി 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 കുഞ്ഞാവാ മുങ്ങണേ. ആ ഇവന്റെ വീടാട്ടത്, പക്ഷെ ഇവനേതാ ടീം? ഇതേതാ ടീം പറഞ്ഞെടുത്താ? ആ സ്പെയിനാണ് കേട്ടോ. പക്ഷെ ഇവന്റെ ഏട്ടന് ബ്രസീലാണ്. ആ അന്ത്രോന് വേറെ ആയി പോയി. ആ അങ്ങനെയാണല്ലോ ഉണ്ടായ. പക്ഷെ ഞങ്ങൾ ആട്ടിയിടരുത് കേട്ടോ, ഞങ്ങൾ ഏത് ടീമാണ് അറിയാണ്ട് പറയാൻ പറ്റില്ല. ഞാൻ ആട്ടി വിടും. ഞങ്ങളെന്റെ ഏട്ടനെ വിളിച്ചു, ഞങ്ങളെന്റെ ഏട്ടനെ വിളിച്ചു കേസ്. നിങ്ങൾ നോക്കി അത്രയും ഫാൻസ് ഉണ്ടായിരിക്കും. മലയാളിനെ വെക്കണ ആരാ? അത് ഞങ്ങളാണ്. ഓല് വലിയ ഫ്ലെക്സ് വെക്കുന്നുണ്ട്. അത് എഡിറ്റ് ചെയ്തതാരാ? അതിനാരാ എഡിറ്റ് ചെയ്തതാരാ? അത് ഞാൻ അറിയില്ല. ആ എഡിറ്റ് ചെയ്തത് ഞാനാണ്. പൈസ പോലും തന്നില്ല. വെറുതെ ചോദിച്ചു വാങ്ങേണ്ടിയില്ല ഗൈസ്. എന്റെ മൈൻ വരിട്ട് സൂപ്പർ കളി. എത്ര പണിയാണ് ഈ വലുത് കാലിച്ചേക്ക് ഒട്ടിച്ചേണ്ടത്? ഒട്ടിച്ച് നിക്കണേരെ കുടിച്ചിക്കണ്ടേ? ഒട്ടി നിക്കണേരെ അനസത്ത് വിടക്കുണ്ട്. ഓന് കത്താവസ്ഥാനും കൊണ്ട് പോകണ്ട. നമ്മളെ അടുത്ത ആള് ഇന്നലെ ബ്രസീൽ ഫാൻസ്. ആ അർജന്റീന താരമായ ബ്രസീലിന്റെ വലിയ നേതാവ് ബ്രസീൽ. എന്നാ അവിടെ കൂടി ചെന്ന് പോകണ്ട. നിങ്ങൾ എന്തോ പ്ലാനിങ് ഒക്കെ ഉണ്ട്. ഏയ് നിങ്ങൾ ഇവിടെ ആളില്ല അധ്വാനിക്കാന്. അന്റെ ചേട്ടന്റെ തോലത്തെ ഒക്കെ മാറിയോ? കുഞ്ഞാനും കൊണ്ടല്ലേ? കുഞ്ഞാ പോലുണ്ട്. പിന്നെ ഏയ് നിങ്ങള് ആളെ കുറക്കില്ലേ? ഇവിടെ ആളില്ല. നമ്മളെ കാലത്തൊക്കെ നമ്മള് കെട്ടി നമ്മൾ ആസ്വദിക്കട്ടെ. ആയിക്കോട്ടെ നിങ്ങൾ ആസ്വദിച്ചോളി. പക്ഷെ ആളെ കൊണ്ടുപോയില്ല. നിങ്ങള് ആളെ കൊണ്ടുപോയി. എന്താണ് അർജന്റീനക്കാരോണ്ട് നിങ്ങൾ എന്താ പറയാനുള്ളത്? ബ്രസീൽ എന്ന നിനക്ക് അർജന്റീനക്കാരോണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നോക്കി അർജന്റീനക്കാരോണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നമ്മള് ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കും അല്ലേ? ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കാം നമ്മള്. നിങ്ങൾ വലിയ ഫ്ലക്സ് വെച്ചിട്ട് കാര്യമില്ല, കാലിനെ കളി കാണും. വലിയ ഫ്ലക്സ് വെച്ചിട്ട് അർജന്റീനയുടെ വലിയ ഫ്ലക്സ് ഒക്കെ വലിയ ഫ്ലക്സ് വെച്ചിട്ട് കപ്പടിച്ച്. അപ്പൊ അതിന് മുമ്പത്തല്ലോ ചെറുങ്ങ എന്റെ ആളാ. എല്ലാ പാർട്ടിയും ഏത് രാജ്യം കിട്ടു നോക്കിയാ കുഞ്ഞാവേ. അപ്പൊ മീൻ പിടിച്ചാൻ പോവാണ്. ഞാൻ മീൻ പിടിച്ചാനടാ. നമ്മളുണ്ടോ ഫ്ലക്സ് അടിച്ചാണ്ട് ചോദിച്ചിട്ട് ഞാൻ പറയുന്നില്ല. എടാ അതിന് എന്ത് പക്കണടാ? അല്ല ഇതിലൊടുക്കി പോയി. ഓന്റെ വാപ്പ ആസാരി, ഓ ആസാരി അല്ല. ഇതൊക്കെ ആരെ കട്ട് ചെയ്ത് സെറ്റ് ആരത് കട്ട് ചെയ്ത് സെറ്റ്? അത് നമ്മളെ മുദ്ര നമ്മള് കൈ ഇതാക്കണം, കയ്യിലെടുക്കണം. റെഡിയല്ലപ്പോ നിങ്ങള് വണ്ടി എടുത്ത് പോയിക്കോളൂ. അപ്പം ഇതൊക്കെ ഗ്രൂപ്പിൽ വിടും. അപ്പൊ കണ്ടോണ്ടി വണ്ടി വേണോ? ചന്നണ്ടിയാണോ? അതോടെ ലോങ് പോകണ്ടോ? ഇന്ന ഓനും കൊണ്ടായില്ലേ? അല്ല കുഞ്ഞാ പോവാ. ഏയ് പോയില്ലേ? പോട്ടെ പോട്ടെ. എനിക്ക് പഠിപ്പിച്ചു തരേണ്ട ഒരു ദിവസം ബൈക്ക് കുഞ്ഞാ.
ക്ലച്ചും ബ്രേക്കും അറിയാത്തവന് പേപ്പറിന്റെ ആവശ്യമല്ലോ ആ ഇതിലേതാ ക്ലച്ചാ കുഞ്ഞാവൊക്കെ ഇത് പോലീസ് കുഞ്ഞാവ് ആരെ അയച്ചിക്കണേ കുഞ്ഞാവ് പോലീസിനെ ഇതിന്റെ ക്ലച്ച് ഏതാ ക്ലച്ച് ഇത് ക്ലച്ച് ഇത് ആ അപ്പൊ ഇതേതാ ബ്രേക്ക് ബ്രേക്ക് ആണല്ലേ ഇതല്ലേ ക്ലച്ച് അപ്പൊ ക്ലച്ച് ഊരി വെച്ചു ഇവിടെ ഉണ്ടാവുക ഇവിടെയും പള്ളി ആ അമ്മക്കറിയില്ല കേട്ടോ ഇതോ ഇത് മുന്നത്തെ ബ്രേക്ക് ഇത് മുന്നത്തെ ബ്രേക്ക് ഇത് ബാക്കത്തെ ബ്രേക്ക് ആ ബാക്കത്തെ ബ്രേക്ക് ബ്രസീല് വരി ആ കാറ്റെല്ലായിടത്തുണ്ട് വരി കാറ്റെല്ലായിടത്തുണ്ട് ഭൂമിയിൽ അന്തരീക്ഷമുള്ളടത്തൊക്കെ കാറ്റുണ്ട് അത്രേ ഉള്ളൂ അത്ര ഉള്ളു അതിലേ അപ്പൊ നമ്മളെ ഫ്ലെക്സ് ആകുമ്പോത്തിന് വരെ അങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് വേഗം മാറ്റി ചാടി കാരണം എന്താ അറിയോ മറ്റേ ആൾക്കാർ കാണും ഒക്കെ ഇക്കടെ പോസ് എന്താണ് ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി നമ്മളെന്ത് വെല്ലുവിളികൾ അങ്ങാടി കത്തിച്ചാൽ മതി ആ അതാണ് കാര്യം അത്രേ ഉള്ളൂ ഷാദുലേ കത്തിക്കൂലേ ഷാദുലേ കത്തിക്കൂലെന്ന് ബ്രസീലോ ഇവിടെ എത്ത കേപ്പി കന്തല്ല ഷാദുലി എന്ന് വലിയെങ്കിലും കത്തിക്കൂലേ നിന്ന് കത്തുന്നാണ് ഷാദുലി പറയുന്നത് പടക്കമൊക്കെ പൊട്ടിക്കുന്നാണ് കേട്ടത് ഇനി വീഡിയോയില് പടക്കം ഇല്ലെങ്കിൽ എന്നോടത്ത് പറയത്തിട്ടൊക്കെ അപ്പം ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം മാക്സിമം സപ്പോർട്ട് ആക്കാം അതെ അപ്പം അപ്പൊ നമ്മളെ ക്യാമറമാനായിട്ട് നമ്മളെ അതാണ് ഹായ് ഗായ്സ് എന്തോ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫ്ലെക്സ് അടിച്ചാല് ഇതാരാ അറിയോ ഗൈ ഇതാണ് ഷാദുലി OM ഷാദുലി ഇത് കണ്ടോ കയ്യിന് പരിക്കൊറ്റിട്ടോ ബ്രസീലിന് വേണ്ടി നയിച്ചാൻ വന്നതാണ് അവൻ അതെ അതത്ര ചോരക്കൂടെ ഓടുന്ന രക്തം ഫുള്ള് എത്താണ് ബ്രസീലിലെ ഷാഗാണ് അതാണ് ഇവന്റെ പേരാണ് ഫർഹാൻ KP KP എന്റെ കുടുംബല്ലേ എന്റെ കുടുംബം ആ അതാണ് കുടുംബക്കാരനാണ് KP കുടുംബക്കാരനാണ് ബൈക്കൊക്കെ പോകുന്നുണ്ട് ഗൈസ് കണ്ടോ കയ്യിന് സുഖമായിട്ട് നയിച്ചു ഒറ്റക്ക് ഇതാക്കിയാണ് ഇതൊക്കെ ഓക്കെ ഫ്ലക്സ് ഭാവത്തങ്ങളെ ഇതിന്റെ ബാക്കിലാണ് ഒട്ടിച്ചത് ഇത് ഗൈസിന്റെ ഇതൊക്കെ കറക്റ്റ് കാണുന്നുണ്ട് ഭാവത്തങ്ങളത് അത്രേ ഉള്ളൂ അതെ ഇനി അടുത്ത 5 കൊല്ലം കഴിഞ്ഞിട്ട് നീ ഇത് ഒട്ടിക്കണില്ലേ ഗൈസ് ഒട്ടിക്കുന്നുണ്ട് ഗൈസ് എപ്പോഴാ ഷാദുലി ഒട്ടിക്കുന്നേ ആൾക്കാർ വരട്ടെ കണ്ടോ 10-30 ആൾക്കാരുണ്ട് ബ്രസീലിന് പക്ഷെ ആൾക്കാർ എത്തട്ടെ എന്നാണ് പറയുന്നത് എല്ലാരും പണിക്കോയതാണ് അപ്പം പണി കഴിഞ്ഞ് രാത്രി ആകുമ്പോൾ എല്ലാരും വരുന്നേക്കാരം അപ്പൊ തന്നെ അടുത്ത മഴയും പെയ്യും കഴിയും അപ്പൊ നമ്മള് ചിലപ്പോ മൂഞ്ചിനേക്കാരം അപ്പൊ നമ്മള് മഴ ഇല്ലാത്തവർക്ക് നമ്മൾ മാറ്റിനേക്കാരം അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ ബ്രസീലുകാരെന്താ ചെയ്യണം നോക്കാൻ വേണ്ടി അർജന്റീന ടീം വന്നേ ഞങ്ങൾ എന്താ ചെയ്യണം നോക്കാൻ വേണ്ടി സെനഗലാ ആ സെനഗൽ ടീം വന്നേ അപ്പൊ അതാണ് അപ്പൊ വെൽഡിങ്ങിന് ഒരു പോയിക്കണേ റാഡ് അങ്ങനെ കൂട്ടാന് അപ്പൊ ഇതാണ് അർജന്റീനക്കാരെ ഫ്ലെക്സ് വരാനുള്ള സ്ഥലം അർജന്റീനക്കാരെ ഫ്ലെക്സ് വരാനുള്ള സ്ഥലം ഇവിടെ ഇറക്കണതാ പറങ്കിപ്പട പോർച്ചുഗൽ സോ നമ്മൾ വരാനുള്ള സ്പേസ് നമുക്ക് കാണിച്ചു അർജന്റീന കൊടിത പറഞ്ഞു ഏറ്റവും വലുത് അർജന്റീന ആണെന്ന് ഓൻ പറയാൻ പറഞ്ഞിരിക്കണേ അവിടെ നമ്മൾ പറയാണ് അർജന്റീനയാണ് ഏറ്റവും വലുത് പറയാൻ യാഥാർത്ഥ്യം അതാണോ അതെ കാണിച്ചോ അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല പറങ്കിപ്പടഞ്ഞോണ്ട് എന്താ പറയാനുള്ള ശരി കാറ്റടിച്ചുമ്പോൾ ആടുണ്ട് അപ്പം മര്യാദക്ക് കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മൂഞ്ചും വേൾഡ് കപ്പിന് പോലെ നല്ല ക്ലൈമറ്റ് സീൻ വീഡിയോ എത്രത്തോളം കിട്ടുന്നത് എനിക്കറിയില്ല രസമിട്ടാണ് അപ്പം അങ്ങനെ ഫൈനലി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചൂടില്ലാത്തോടത്ത് കുടിച്ചോ ഈ ചൂടുണ്ടാവും പറഞ്ഞ എത്തും കാട്ടാനില്ല അതല്ല അങ്ങോട്ട് ഫ്ലക്സ് ഫ്രണ്ടാക്കാൻ വേണ്ടി അത് ഇതിന്റെ ബാക്ക് പോകുമ്പോ അതുകൊണ്ടടാ ചവിട്ടല്ലെങ്കിൽ പൊട്ടെന്ന് വെച്ചാതെ പൊട്ടും
ചവിട്ടല്ല അത് നൽത്തിട്ടാണ് ഷൂളൊക്കെ അടിച്ചണം അല്ല ഇതൊക്കെ കുറച്ച് കല്ലുണ്ട് കാരണം ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലക്സ് കവറാ അതിന് 2 പീസ് ഉണ്ടോ അടിച്ചാൽ മതി ആ മൂലക്ക് 2 അടിച്ചാൽ അടിച്ചാൽ പൊട്ടും 2 പാവം കുഞ്ഞാണിക്കിന്റെ ക്രെഡിറ്റ് ഒക്കെ പോയി. കുഞ്ഞാണി കണ്ണിന്ന് ധാരയായി ഒലിപ്പിച്ച് അധികം ചുറ്റിക്കൊണ്ടില്ലോ അവിടെ പോവടാ അറിയിച്ചാതെ അവിടെ ചവിട്ടുമ്പോ ഇവിടെയാണ് ഇതാണ് ആ കല്ല് ചെന്ന് ബെൻഡാവും. കല്ലില്ലേ കല്ലൊക്കെ ഇങ്ങോട്ട് ചെങ്ങടെ ചെതിമക്ക് നായ്ക്കളപ്പാൻ ഒരു കല്ല് ഇങ്ങോട്ട് വെക്കാൻ നിങ്ങള് ഫ്ലക്സ് മറച്ചു വെക്കുമ്പോ ഈ കല്ലുമ്മളെ തട്ടി അതിനാണ് ഈ ഉള്ളിൽ വെക്കാൻ പറഞ്ഞത് ഇവിടെ ആദ്യം ഒട്ടിച്ചേണ്ടി ആയിക്കോട്ടെ. നിർഭാഗത്തേക്കല്ലേ വരുന്ന ബന്ദി ഏതായാലും ഉള്ളിക്ക് സാധനമാക്കി വെച്ചത് എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സിലാണല്ലോ അതില്. പക്ഷെ ഒന്നും നടക്കണില്ല. അതാണ് ഇപ്പൊ സംഭവിക്കണേ. അപ്പൊ എന്തായാലും ആള് കൂടി അവിടെ കുറെ ആൾക്കാര് ഗെയിം കളിച്ചിട്ടുണ്ട്. ഷാദില് ഉണ്ടെങ്കിലേ അമ്മ ഉള്ളു. അപ്പൊ ഇനിയിപ്പോ ഇവിടത്തെ കാട്ടണ ലാസ്റ്റ് ഫൈനൽ തീരുമാനം തിരിച്ചൊക്കെ കാണും എടുത്തച്ചാണേ. അല്ല പണ്ട് വലിയ ഫ്ലക്സിൽ കാര്യമില്ലാറില്ലേ ബസ്സിലാണ് ബസ്സിൽ കേട്ടാ വെക്കൂല പണ്ട് വലിയ ഫ്ലക്സിൽ കാര്യമില്ലാറില്ലേ പണിക്ക് പോയിട്ടും അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ടും പിന്നെ കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ടും നമ്മളെ സഹകരിച്ച നമ്മളെ സ്വന്തം റിൻഷാദ് തുടച്ച് സഹകരിക്കുന്ന റിൻഷാദ് അത്രേ. ഇപ്പൊ നെയ്മറിന്റെ ബ്രസീലത്തെ ജീസൊക്കെ ഇട്ട് വന്നത് നമ്മളാള് എന്താള് പക്ഷെ അവിടെ കുത്തുണ്ട് കേട്ടോ. ആ ഒരു ഇതിട്ട് കൊടുത്താൽ ആ ഗ്രൈൻഡറോടെ ആ ഊത്തി ചാട്ടാക്കി ഒന്ന് ഇതാക്കിയാളെ വെച്ചെടുത്താളാ സാധനം തന്നെ പോയില്ല അതെല്ലാം മുറിച്ചിട്ട് ചെരിച്ചാതെ അല്ല യൂൻസേ ഞാൻ അതന്നെ ഞാൻ ചെത്തല്ല മുറിച്ച ആദ്യം ഓണാണോ രണ്ടാളി കജ്ജാണ് പോകും നല്ല അത്യാവശ്യം പവറിൽ കൊടുക്കും ഞാൻ കുറച്ച് സേഫ്റ്റി കരുതി കൊണ്ട് ഞാൻ വിട്ടേക്കുണ്ട് അതിന് മാർഗണ്ട കൗത്തിക്ക് സ്വിച്ചല്ല മണിപ്പായി വെറുതെ ആ സൈഡ് സൈഡിക്ക് ഇതാക്കാണ്ട് ഒന്ന് തൊട്ടിക്കണ്ടേ 100 മാത്രല്ലേ ഒട്ടിക്കണേ 5 നക്ഷത്രങ്ങൾ വെറും അലങ്കാരമല്ല, ലോകം കീഴടക്കിയ ചരിത്രത്തിന്റെ സാക്ഷി. ഇതിങ്ങോട്ട് വലിക്കണം അവിടെ നോക്കി പോകുന്നു ഇങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് ആ ഇതിൽ ഒട്ടിക്കണം ഇതിൽ ഒട്ടിക്കണം അവിടെ ഇവിടെ ഒന്നുകൂടി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് കിട്ടും അവിടെ അവിടെ ഫുൾ അടിച്ചിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ ടീമിലല്ല വേറെ ടീമാ. അവിടെ കുറച്ച് ആൾക്കാർ പോർച്ചുഗലാരെന്നാണ് ഇങ്ങനെ ഊക്കി പോകണ്ടേ. ഡയലോഗ് ഒന്നും പറ്റണില്ല എനിക്ക്.
ഞങ്ങള് നെയ്മർ കപ്പ് എടുക്കാനുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇനി ഇപ്പോഴേ വെച്ചു മറ്റേ വേറെ കപ്പ് എടുത്ത് കഴിഞ്ഞ പിന്നെ അന്നാണ് ഫ്ലെക്സ് അടിച്ചാൽ നെയ്മറിന് പ്രത്യേക ഹോസ്പിറ്റലിൽ ഓന്റെ കാര്യത്തിൽ മെഡിക്കൽ കൊടുത്ത കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇപ്രാവശ്യം തൂക്കും തൂക്കിയിരിക്കും. 5 സ്റ്റാറിന്റെ ABCD അത് ചെറിയ പേവളൊക്കെ അത് നോക്കണ്ട. നിങ്ങളിത് കണ്ടോടി, നെയ്മർ അടിച്ചു 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 അടിച്ചു. ആടേക്ക് ഓണാക്കിയാട് പോയിക്കോളും. ചവിട് കേക്കൂല. നമ്മൾ അന്ന് എന്നൊരു ടീമുള്ളൂ, അത് ഉണ്ടെങ്കിൽ ബ്രസീലാണ്, അത്രേ ഉള്ളൂ. നാളെ പീക്കന്റെ ട്രെയിനൊക്കെ വിളിച്ചിട്ടായിരുന്നു രാവിലെ PK സ്കില്ലിൽ ട്രെയിനൊക്കെ വിളിച്ചിട്ടായിരുന്നു. ഡയലോഗിനൊന്നും ഒരു കുറവില്ല. അഞ്ചടി മാറ്റുണ്ടല്ലോ തുടങ്ങിയപ്പോ കുറച്ച് ആൾക്കാരുള്ള ഒപ്പം നോക്കിയ ആൾക്കാർ ഉള്ള ആൾക്കാരുണ്ട്. നമ്മൾ നല്ല ബുക്കുണ്ട് നാടൂറ്റി നമ്മൾ കിട്ടിയാൽ മതി. അഭിപ്രായം പറഞ്ഞു അതല്ല അതേ ഷർജിലേക്ക് വേണ്ടി ഇത്ര വഴി എത്തിയില്ല. മരിച്ചായിട്ടാണ് നാളെ ഈ ഫ്ലെക്സ് ഒക്കെ കണ്ടിട്ട് എന്താ പറയാ? ഒന്നും പറയല്ല. അങ്ങനെ സ്പെയിന്റെ ഫ്ലെക്സ് തന്നെ അപ്പൊ നമുക്ക് കാണിച്ചു കേട്ടോ സ്പെയിന്റെ ഫ്ലെക്സ്. അഭിലേഷ് തിയേറ്റർ ഉണ്ടായി. അലീഷനൊക്കെ മുടിയില്ലാത്ത കാലം തപ്പിട്ട് ഫോട്ടോ കിട്ടില്ല. അതൊന്നല്ല, വയസ്സ് കുറഞ്ഞ ബെൽജിയാണ്. നവാസ് ബെൽജിയാണ്. ഇതിന്റെ ആളാ ഡിബ്രൂയിന്റെ ആള് ഫോണൊക്കെ പിടിച്ചിരിക്കാണ്. മടിയാണ് മടി. ആൾക്കാരുണ്ടോ? നവാസ് പ്രാവശ്യം മാറി ആരും പറഞ്ഞില്ല. പറയണ്ടതാ നമ്മള് ബാസിലുണ്ടായിരുന്നു.
ഒട്ടിച്ചോടെ അവിടെ അല്ല അങ്ങനെ പിടിച്ചാ അല്ല അങ്ങനെ പിടിച്ചാ അങ്ങനെ പിടിച്ചാ നോടെ അത് നോക്കട്ടെ. അപ്പം ഏതാണ്ട് കഴിഞ്ഞു. നമുക്കത് പൊക്കി വിട്ടാ മതി, അത്രേ ഉള്ളൂ. എന്നൊക്കെ ഒറ്റ ഞാൻ പറയും 500 ഏത് ടീം കപ്പടിച്ചാലും ബ്രസീൽ കപ്പടിച്ചില്ല. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? അടിച്ചെന്താ അടിച്ചാ ഞാൻ എനിക്ക് ലൈമും പപ്സും ഉറപ്പല്ലേ? അപ്പൊ ഞങ്ങള് വേറെ ടീം അടിച്ചാലോ? വേറെ ടീമല്ല, അന്റെ ടീം അർജന്റീന അടിച്ചാണെങ്കിൽ ഞാൻ പപ്സ് ലൈമോ. ആയിക്കോട്ടെ, അത്രേ മൊറോക്കനോട് പൊട്ടുമ്പോൾ മനസ്സിലാവും. ആയിക്കോട്ടെ. ഇവിടെ ഉച്ചന് മനസ്സാതെ നടുവിൽ ഗ്യാപ്പ് വന്ന പോലെ ഒരു 400 പൊട്ടിയോ? പോന്നാണ് ഇനി ഉപ്പിട്ടാ വെള്ളാക്കി ഇങ്ങോട്ട് ഉപ്പിട്ടാ ഉപ്പിടെ. അപ്പം ഇവന്റെ കൈ മടിച്ചാണ് കേട്ടോ. കുറച്ച് ആൾക്കാർ അവിടെ സെറ്റാക്കിയുണ്ട് കാണി. അവിടെ സെറ്റാക്കണല്ലോ ഫ്ലക്സ് അടിച്ചു കൊടുത്ത്. അപ്പം എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ഗൈസ്. അപ്പം നമ്മളെ ഫ്ലക്സ് ഇതാ പോണ് ഗൈസ്. അപ്പം നമ്മളെ ഫൈനലി സുൽത്താൻ ആൻഡ് ബ്രസീൽ ടീം ഇതാ പോണ്. അപ്പം എന്തായാലും അവിടെ കയറ്റാൻ വേണ്ടി പോവാണ്. കാണികൾ ഇത്രയും നേരം ആവേശം കൊള്ളിപ്പിക്കുന്ന സാധനമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് ഗൈസ്. അപ്പം എന്തായാലും ഇതിൻ്റെ റീൽസ് മക്കളൊക്കെ വരുന്നേ കാലം. അപ്പം എന്തായാലും അവിടെ എത്തട്ടെ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ബാക്കിൽ. നമ്മളത് സെറ്റാണ് കേട്ടോ. റിൻഷാദായാലും പോകാൻ എന്താ പറയാ, ഒന്നും പറയാനുള്ള അപാരം. വേൾഡ് കപ്പിന് ഡോൺ കാർലോ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇതേ ഇന്ത്യക്ക് മുന്നിൽ സുൽത്താനെയും കൂട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി മഞ്ഞപ്പടി ഇനിയും അറിയാനുണ്ടനിയാ. അത് സാധാരണ സത്യമാണ്. മഞ്ഞപ്പടി ഇനി ഒന്നുകൂടെ അറിയാണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിൽ സഹകരിക്കുന്ന നമ്മുടെ ഇതൊക്കെ ഉള്ളൂ. നമുക്ക് ചാരിച്ചാളെ നമ്മളെന്തിനും ചാരിച്ചാളാം. മാറുന്നാളിട്ടോ മാറുന്നാളി. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് നെറുക്ക് വേണ സാധനം പൊട്ടി കഴിച്ചു. എത്തപ്പോ ചെജ്ജ ഫുള്ള് പാടിക്കോ. പഠിച്ചോമില്ലേ പടക്കം വരെയാണ് പോകഞ്ഞിട്ട് കാണില്ല.
അങ്ങനെ തോന്നുന്നേ അങ്ങനെ ഓട്ടിക്കേജി നോക്കി ഫ്ലെക്സ് കുളിക്കൊണ്ടില്ല ഞാൻ പറയുമ്പോ ഓക്കെ മറ്റേ ടോർച്ചടെ നിക്കായില്ല ടോർച്ചോടെ ടോർച്ചടെ ഇങ്ങനെ വരെ മാമാ വണ്ടി ഞാൻ താടി താടി ഇത് പൊട്ടുവന്നേ നീ ശരിയോ നീ ശരിയോ വണ്ടി വേണ അപ്പോൾ അങ്ങടിക്കാണ് ഫോണിൽ ബാക്കിൽ കാണില്ല അവർക്ക് കുറച്ചുകൊണ്ട് പോകട്ടെ പോർച്ചുഗലായിരുന്നു ബ്രസീലിനെ സാധനമായിട്ട് ആക്കുന്നുണ്ട് എന്താ ചെയ്യാ ബ്രസീലാട്ടോ തൽക്കാലം ആ മോളുടെ കിട്ടിയിട്ട് ഇങ്ങനെയുള്ള കമ്പനി കൊടുക്കേണ്ടില്ല അതിൻ്റെ മോളെ കുറച്ചാൽ കേട്ടോ വണ്ടി വരുന്നുണ്ട് ഇപ്പത്തെ വരാനല്ലേ വ്യൂ ഉണ്ടോ ഇല്ല ആ നിങ്ങൾ അതിനേറൊക്കെ വ്യൂ ഉണ്ട് കേട്ടോ ആ അത്രേ ഉള്ളൂ അത് നമ്മൾ ഇത്രയും നേരം വെൽഡ് ചെയ്ത് സഹായിച്ച നമ്മുടെ സ്വന്തം കുഞ്ഞാണി എല്ലാവരും കുഞ്ഞാണി കമന്റ് ചെയ്യാ താങ്ക്സ്. ആ ഇവ സ്പെയിനായിട്ടും ഇതൊക്കെ ചെയ്തിട്ടോ ഡിസൈനൊക്കെ അപ്പൊ എല്ലാരും എനിക്ക് ലൈക്കും ഇതൊക്കെ എടുക്കാം കമന്റ് ചെയ്യാം ഓ ഡിസൈൻ ചെയ്താണിത് ആ അപ്പൊ ലൈക്ക് വേണ്ടേ അത്രേ തെണ്ടി അത് റബ്ബേ പടക്കേറിനിക്ക ആ പടക്കത്തിന് പേടിച്ച് ആകെ ഒരാളുള്ള അല്ല പേടിയാണ് എന്നാലും അങ്ങനെ എറിയാൻ പറ്റുമോ നീ പടക്കം എറിയാൻ നെക്സ്റ്റ് കൊറേ ഫ്ലാഗ് ഇതോടെ കെട്ടുന്ന ആകട് കെട്ടുക നിറം വേറെ കേട്ടോ അന്ന് കുഴപ്പമില്ല അവിടെ അവിടെ ചാടുക മതി വണ്ടി മുന്നിനോട് പോട്ടെ പടക്കുണ്ടോ അവിടെ യൂണിറ്റ്സ് ഉണ്ട് അത്രേ ഉള്ളൂ
പടക്കങ്ങൾ എന്ന് നമ്മുടെ വീക്ക്നെസ് ആണ്. പടക്കം യൂസ് പടക്കം ബഷീർ. അടങ്ങി അത് കൗത്തുകൂടാട് കിട്ടിയോ? സ്കൈ ഷോട്ടൊക്കെ കൊടി സെറ്റാക്കി ഉണ്ടെന്ന് ഓറഞ്ചാലും പൈസ എടുത്തില്ല. പക്ഷെ പണിയെടുക്കുന്നവർക്ക് പൈസ കൊടുക്കണ്ട, അങ്ങനെയാണ് സുഫിയ. പണിയെടുത്തില്ല നീ സമ്മാനേ തൂയില്ലേ. ഫുള്ള് പിരാന്തന്മാരാട്ടോ. കൊടുത്തോ ഗുണ്ട് ട്രേഡായി ഗുണ്ട കയ്യിലുള്ള ഇട്ട അതിനെ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ചെയ്യാൻ ബൈ ഓൾ ഗൈസ്.